തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ പ്രശസ്തമായ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT ഖരഗ്പൂർ 2016 ഒരു പുതുമയാർന്ന പഠന വിഭാഗം ആരംഭിച്ചു. സന്തോഷത്തിന്റെ ശാസ്ത്രം, സയൻസ് ഓഫ് ഹാപ്പിനെസ്. ഉയർന്ന വിജയം, വലിയ ശമ്പളം, ലോകോത്തര സാങ്കേതിക വിദ്യ എല്ലാം നേടിയിട്ടും മനുഷ്യന്റെ ഉള്ളിൽ ഒരു ശൂന്യതയുണ്ട് എന്ന തിരിച്ചറിവാണ് ഇതിന് പിന്നിൽ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ യഥാർത്ഥ സന്തോഷം എന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരം അന്വേഷിക്കുവാൻ ഈ കോഴ്സ് പഠിക്കുന്നു. ശാസ്ത്രം പോലും ഇന്ന് സമ്മതിക്കുന്നു, സമ്പത്തും പ്രശസ്തിയും നേട്ടങ്ങളും മാത്രം മനുഷ്യനെ പൂർണ്ണ സന്തോഷത്തിലേക്ക് നയിക്കില്ല. അപ്പോൾ നമുക്ക് ചോദിക്കാം, യഥാർത്ഥ സന്തോഷം പിന്നെ എവിടെയാണ്? ബൈബിൾ അതിന് വ്യക്തമായ ഉത്തരം നൽകുന്നു. യഥാർത്ഥ സന്തോഷത്തിന്റെ രഹസ്യം ഒന്നാമതായി ദൈവ സാന്നിധ്യത്തിലാണ് പൂർണ്ണ സന്തോഷം. സങ്കീർത്തനക്കാരൻ 16:11 പറയുന്നു, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. ലോകം സന്തോഷം അന്വേഷിക്കുന്നത് പുറത്താണ്. പുതിയ ഫോൺ, നല്ല ജോലി, വലിയ വീട്, സോഷ്യൽ മീഡിയയിലെ അംഗീകാരം, പ്രശംസ. പക്ഷെ അവയെല്ലാം താൽക്കാലികമാണ്. ഒരു പുതിയ വസ്തു വാങ്ങുമ്പോൾ നമുക്ക് സന്തോഷം ലഭിക്കും, പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കകം അത് സാധാരണമായി മാറും. സെന്റ് അഗസ്റ്റിൻ പറഞ്ഞു, our hearts are restless until they rest in Jesus. നമ്മുടെ ഹൃദയം ക്രിസ്തുവിൽ വിശ്രമം പ്രാപിക്കുന്നത് വരെ അശാന്തമാണ്. ദൈവത്തോട് അടുത്ത് നടക്കുമ്പോൾ, പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുമ്പോൾ, വചനത്തിന്റെ ആഴത്തിലേക്ക് പോകുമ്പോൾ ആ ശൂന്യത നിറയാൻ തുടങ്ങുന്നു. സന്തോഷം ഒരു സ്ഥിതിയല്ല, അതൊരു ബന്ധമാണ്, ദൈവത്തോടുള്ള ബന്ധം. 2, സമ്പത്തും വിജയവും സ്ഥിര സന്തോഷം നൽകില്ല. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 16:26 മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് ലാഭം? ഇന്ന് ലോകം വിജയത്തെ മാത്രമാണ് അളവുകോലാക്കുന്നത്. നല്ല മാർക്ക്, നല്ല ജോലി, ഉയർന്ന ശമ്പളം, ഇതൊക്കെയാണ് ജീവിത ലക്ഷ്യം എന്ന് പലരും കരുതുന്നു. എന്നാൽ IIT പോലുള്ള സ്ഥാപനങ്ങൾ പോലും സന്തോഷത്തെക്കുറിച്ച് പഠിപ്പിക്കേണ്ടി വരുമ്പോൾ അതൊരു സത്യമാണ് വ്യക്തമാക്കുന്നത്. വിജയം ഒരിക്കലും സന്തോഷത്തിന്റെ പര്യായമല്ല. ബില്ലി ഗ്രാം പറഞ്ഞു, ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് എ വേ ടു ഹാപ്പിനെസ്, ഹി ഈസ് ഹാപ്പിനെസ്. യേശുക്രിസ്തു സന്തോഷത്തിലേക്കുള്ള ഒരു വഴി മാത്രമല്ല, അവൻ തന്നെയാണ് സന്തോഷം. സമ്പത്ത് നമുക്ക് ആശ്വാസം നൽകാം, പക്ഷെ സമാധാനം നൽകില്ല. വിജയം പ്രശസ്തി നൽകാം, പക്ഷെ ഉള്ളിലെ തൃപ്തി നൽകില്ല. ക്രിസ്തുവില്ലാത്ത വിജയം ശൂന്യമാണ്, ക്രിസ്തുവുള്ള ജീവിതം സമ്പൂർണമാണ്. 3, നന്ദിയും സ്നേഹവും സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്നു. 1 തെസ്സലോനിക്കർ 5:16 എപ്പോഴും സന്തോഷിപ്പീൻ, നിരന്തരം പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിലും നന്ദി പറയുവീൻ. സയൻസ് ഓഫ് ഹാപ്പിനെസ് പഠനങ്ങൾ പറയുന്നത് നന്ദി പ്രകടിപ്പിക്കുന്നവർ കൂടുതൽ സന്തോഷമുള്ളവരാണ്. മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്നവർക്ക് ഉള്ളിൽ കൂടുതൽ സമാധാനം ഉണ്ടാകുന്നു. ബൈബിൾ ഇത് 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിരിക്കുന്നു. മദർ തെരേസ പറഞ്ഞു, ജോയ് ഈസ് പ്രയർ, ജോയ് ഈസ് സ്ട്രെങ്ത്, ജോയ് ഈസ് ലവ്. സന്തോഷം പ്രാർത്ഥനയാണ്, സന്തോഷം ശക്തിയാണ്, സന്തോഷം സ്നേഹമാണ്. നന്ദിയില്ലാത്ത ഹൃദയം ഒരിക്കലും സന്തോഷം അനുഭവിക്കില്ല. പരാതിയുള്ള ജീവിതം സന്തോഷം കവർന്നു കളയും. നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഇന്ന് ജീവിക്കാൻ തന്നതിന് നന്ദി. നന്ദി പറയുന്ന ഹൃദയം സന്തോഷത്തോടെ നിറയും. 4, ക്രിസ്തുവിലുള്ള ആനന്ദം സ്ഥിരവും ശാശ്വതവുമാണ്. ഞാൻ നിങ്ങളോട് സംസാരിച്ചത് എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കേണ്ടതിനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിനുമാകുന്നു. യോഹന്നാന്റെ സുവിശേഷം 15:11. ലോകത്തിലെ സന്തോഷം സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. പരീക്ഷയിൽ ജയിച്ചാൽ സന്തോഷം, ജോലി കിട്ടിയാൽ സന്തോഷം, മറ്റുള്ളവർ നമ്മെ പ്രശംസിച്ചാൽ സന്തോഷം. പക്ഷെ പരാജയം വന്നാൽ, രോഗം വന്നാൽ, നഷ്ടം സംഭവിച്ചാൽ ക്രിസ്തുവിലുള്ള സന്തോഷം സാഹചര്യങ്ങളെ ആശ്രയിക്കുന്നില്ല, അത് ഉള്ളിൽ നിന്നുള്ള ആനന്ദമാണ്. C.S. ലൂയിസ് എഴുതുന്നു, ജോയ് ഈസ് ദി സീരിയസ് ബിസിനസ് ഓഫ് ഹെവൻ. സന്തോഷം സ്വർഗത്തിന്റെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിലിരുന്നും എഴുതി, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ.
സാഹചര്യങ്ങൾ മാറാം, പക്ഷേ ക്രിസ്തുവിലുള്ള സന്തോഷം മാറില്ല. ഇന്ന് ലോകത്തിലെ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും സന്തോഷത്തിന്റെ ശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ നമുക്കോർക്കാം, ബൈബിൾ ഇതിനകം തന്നെ അതിന്റെ രഹസ്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവ സാന്നിധ്യത്തിൽ സന്തോഷം. സമ്പത്തിനേക്കാൾ ആത്മീയ സമ്പത്ത് വലുത്. നന്ദിയിലും സ്നേഹത്തിലും സന്തോഷം. ക്രിസ്തുവിലുള്ള ശാശ്വത ആനന്ദം. ലോകം നമ്മോട് ചോദിക്കും, നിനക്ക് എത്ര സമ്പത്തുണ്ട്? ദൈവം ചോദിക്കുന്നത്, നിനക്ക് എത്ര സന്തോഷമുണ്ട് എൻ്റെ സാന്നിധ്യത്തിൽ? കർത്താവായ യേശുവേ, ലോകം നൽകുന്ന താൽക്കാലിക സന്തോഷം ഞങ്ങൾക്ക് വേണ്ട. നിന്റെ സന്നിധിയിൽ ലഭിക്കുന്ന ശാശ്വത ആനന്ദം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. നന്ദിയുള്ള ഹൃദയം, സ്നേഹമുള്ള ജീവിതം, നിന്നിൽ വിശ്രമിക്കുന്ന ആത്മാവ്, ഇവയെല്ലാം ഞങ്ങൾക്ക് ദാനമാകണമേ. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ.